ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ആയിരിക്കും. എവിടെയാണ് ഈ വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരിക്കും. അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരിക്കും. ഇവിടെ ഒരു ആയിരിക്കും എന്ന വേർഡ് ഉണ്ടല്ലേ. എന്തോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന സെൻസിൽ. അതല്ല എങ്കിലും നമുക്ക് പറയാം ഭാവിയിൽ ഒരു കാര്യം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നർത്ഥം കിട്ടാൻ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേർഡ് വിൽ ബി ആണ്. ഞാൻ ഒന്നുകൂടി പറയാം, ഭാവിയിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നർത്ഥം കിട്ടാൻ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേർഡ് വിൽ ബി ആണ്. വിൽ ബി മാത്രം മതിയോ? വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പതിവ് പോലെ നമുക്ക് സെന്റൻസിൽ നിന്ന് തുടങ്ങാം. അവൾ നാളെ ഈ സമയത്ത് പുറത്ത് കളിക്കുകയായിരിക്കും. അവൾ നാളെ ഈ സമയത്ത് പുറത്ത് കളിക്കുകയായിരിക്കും. ആദ്യം നമുക്ക് ഈ സെന്റൻസ് ഒന്ന് മനസ്സിലാക്കാം. അതിനുശേഷം എങ്ങനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാമെന്ന് നോക്കാം. കളിക്കുകയായിരിക്കും, ആയിരിക്കും. ഇവിടെ ഒരു ആയിരിക്കും എന്നൊരു വേർഡ് ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ആയിരിക്കും എന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേർഡ് വിൽ ബി എന്നാണ്. ആയിരിക്കും എന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേർഡ് വിൽ ബി എന്നാണ്. ഇനി നോക്കി, കളിക്കുകയായിരിക്കും ഭാവിയില് ഒരു നിശ്ചിത സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്നർത്ഥത്തിലാണ് പറയുന്നത് അല്ലെ. അപ്പോ ഇവിടെ പറയുന്ന ആക്ഷൻ കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വെർബിന്റെ കൂടെ നമ്മൾ എപ്പോഴും എന്ത് ചേർക്കണം? ING ചേർത്താണ് എഴുതേണ്ടത്. അപ്പോ വിൽ ബി പ്ലസ് വെർബ് പ്ലസ് ING. ഞാൻ ഒന്നുകൂടി പറയാം, കണ്ടിന്യൂസ് ആണ്, മാത്രമല്ല ഭാവിയിൽ ഒരു നിശ്ചിത സമയത്ത് നടക്കുകയായിരിക്കും എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് വിൽ ബി പ്ലസ് ഏത് ആക്ഷൻ ആണോ നമ്മൾ പറയുന്നത് അതിന്റെ കൂടെ ING. ഇനി ഈ സെന്റൻസ് നമുക്കൊന്ന് എഴുതി നോക്കാം. അവൾ നാളെ ഈ സമയത്ത് പുറത്ത് കളിക്കുകയായിരിക്കും. അവൾ, ഷീ വിൽ ബി പ്ലേയിങ് outside at this time tomorrow. At this time tomorrow. She will be playing outside at this time tomorrow. അവൾ നാളെ ഈ സമയത്ത് പുറത്ത് കളിക്കുകയായിരിക്കും. ആദ്യം സെന്റൻസ് എങ്ങനെ എഴുതാം എന്ന ഒരു ഐഡിയ കിട്ടിയാൽ ഏത് സെന്റൻസിന് വേണമെങ്കിലും നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റാം. അടുത്ത സെന്റൻസ് നോക്കാം. ഉച്ചയ്ക്ക് 1:30 ആകുമ്പോൾ ഞാൻ ലഞ്ച് കഴിക്കുകയായിരിക്കും. ഉച്ചയ്ക്ക് 1:30 ആകുമ്പോൾ ഞാൻ ലഞ്ച് കഴിക്കുകയായിരിക്കും. കഴിക്കുകയായിരിക്കും. അപ്പോ കണ്ടിന്യൂസ് ആണ്, മാത്രമല്ല ആയിരിക്കും. നമ്മൾ എഴുതുന്നത് വിൽ ബി ഹാവിങ് എന്നാണ്. I will be having lunch at 1:30 PM. I will be having lunch at 1:30 PM. ഈ ഹാവ് എന്ന വേർഡ് ഈറ്റ് എന്നതിന് പകരം യൂസ് ചെയ്യാവുന്നതാണ്. കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് ഹാവിങ്. കണ്ടിന്യൂസ് എന്ന് ഉദ്ദേശിച്ചാൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. I will be having lunch at 1:30 PM. അടുത്ത സെന്റൻസ് നോക്കാം. നീ അവിടെ എത്തുമ്പോൾ മഴ പെയ്യുകയായിരിക്കും. അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലേ. നീ അവിടെ എത്തുമ്പോൾ മഴ പെയ്യുകയായിരിക്കും അല്ലെങ്കിൽ പെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എങ്ങനെ എഴുതാം? ഇറ്റ് വിൽ ബി റെയിനിങ്. കണ്ടോ, വിൽ ബി റെയിനിങ്. മഴ പെയ്യുകയായിരിക്കും അല്ലെങ്കിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എപ്പോഴാണ്? നീ അവിടെ എത്തുമ്പോൾ. when you reach there. It will be raining when you reach there. അടുത്ത സെന്റൻസ് നോക്കാം. നാളെ ഈ സമയത്ത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയായിരിക്കും. നാളെ ഈ സമയത്ത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയായിരിക്കും. We shall be celebrating at this time tomorrow. We shall be celebrating at this time tomorrow. ഇത്രയും നേരം
വില്ല് പറഞ്ഞിട്ട് ഇപ്പോ ഷാൽ പറഞ്ഞു എന്ന് വിചാരിക്കണ്ട. വില്ലും ഷാലും യൂസ് ചെയ്യാം. വില്ലും ഷാലും എങ്ങനെ യൂസ് ചെയ്യാം എന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. We shall be celebrating at this time tomorrow. അടുത്ത സെന്റൻസ് നോക്കാം. നാളെ ഈ സമയത്ത് അവർ എഴുതുകയായിരിക്കും. നാളെ ഈ സമയത്ത് അവർ എഴുതുകയായിരിക്കും. They will be writing at this time tomorrow. They will be writing at this time tomorrow. ഇനി ഈ സെന്റൻസ് ശ്രദ്ധിച്ചേ. ഈ വർഷം അവസാനം വരെ ഞാൻ വീട്ടിലിരുന്ന് ജോലി ചെയ്യില്ല. ഈ വർഷം അവസാനം വരെ ഞാൻ വീട്ടിലിരുന്ന് ജോലി ചെയ്യില്ല. ഇതും ഭാവിയിൽ ഒരു കൃത്യസമയത്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കില്ല എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ചെയ്യുകയായിരിക്കും, കഴിക്കുകയായിരിക്കും എന്നിങ്ങനെ ഒരു പോസിറ്റീവ് രീതിയിലാണ്. ഇവിടെ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് പറയുന്നത്, ചെയ്യില്ല. അപ്പൊ നെഗറ്റീവ് ആക്കാൻ നമ്മൾ ചേർക്കുന്ന വേർഡ് നോട്ടാണ്. എന്തിന്റെ കൂടെ നമ്മൾ നോട്ട് ചേർക്കുന്നത്? വിൽ ബിക്ക് ശേഷമല്ല, വില്ലിന് ശേഷമാണ്. വിൽ നോട്ട് ബി. ശ്രദ്ധിക്കണം, സാധാരണ നമ്മൾ ലാസ്റ്റ് ആണ് നോട്ട് ചേർത്ത് ശീലിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ വില്ലിന് ശേഷമാണ് നോട്ട് ചേർക്കുന്നത്. വിൽ നോട്ട് ബി അല്ലെങ്കിൽ വോണ്ട് ബി. ഇനി സെന്റൻസ് എഴുതി നോക്കാം. I want to be walking. I want to be walking from home. I want to be walking from home until the end of the year. End of the year. I want to be working from home until the end of the year. ഞാൻ ഈ വർഷം അവസാനം വരെ വീട്ടിലിരുന്ന് ജോലി ചെയ്യില്ല അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കില്ല. I want to be working from home until the end of the year. ഇതേ കാര്യം നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ സെന്റൻസ്, അവൾ ഈ സമയത്ത് പുറത്ത് കളിക്കുകയായിരിക്കും. ഇതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ആക്കുമ്പോ അവൾ നാളെ ഈ സമയത്ത് പുറത്ത് കളിക്കുകയായിരിക്കുമോ എന്നാണ് ചോദിക്കുക. വിൽ ബി തന്നെയാണ് അവിടെയും യൂസ് ചെയ്യാം. പക്ഷെ ക്വസ്റ്റ്യൻ ആക്കുമ്പോ നമ്മള് ഷീ വിൽ ബി എന്ന സെന്റൻസിനെ നമ്മൾ എന്താക്കി മാറ്റണം? വിൽ ഷീ ബി എന്നാക്കിയാൽ മതി. ഇങ്ങനെ മാറ്റുമ്പോ ഇതൊരു ക്വസ്റ്റ്യൻ ആയി. കംപ്ലീറ്റ് സെന്റൻസ് എഴുതാം. വിൽ she be playing outside at this time tomorrow? Will she be playing outside at this time tomorrow? നാളെ ഈ സമയത്ത് അവൾ പുറത്ത് കളിക്കുകയായിരിക്കുമോ? അവൾ ആയതുകൊണ്ട് will she. ഇനി അവനായിരുന്നെങ്കിൽ will he. ഇങ്ങനെ സബ്ജക്റ്റിനനുസരിച്ച്, പറയുന്ന വ്യക്തിക്ക് അനുസരിച്ച്, ആരെ കുറിച്ചാണോ നമ്മൾ പറയുന്നത് ആ വ്യക്തിക്ക് അനുസരിച്ച് ഇവിടെ സബ്ജക്റ്റ് മാറ്റി കൊടുത്താൽ മതി. അടുത്തൊരു സെന്റൻസ് കൂടി നമുക്ക് ക്വസ്റ്റ്യൻ ആക്കി നോക്കാം. വർഷം അവസാനം വരെ നീ വീട്ടിലിരുന്ന് ജോലി ചെയ്യുകയായിരിക്കുമോ? വർഷം അവസാനം വരെ നീ വീട്ടിലിരുന്ന് ജോലി ചെയ്യുകയായിരിക്കുമോ? നീയാണല്ലേ, അപ്പോ വിൽ യു ബി. Will you be working? Will you be working from home till the end of the year? Till the end of the year. Will you be working from home till the end of the year? വർഷം അവസാനം വരെ നീ വീട്ടിലിരുന്ന് ജോലി ചെയ്യുകയായിരിക്കുമോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഭാവിയിൽ ഒരു നിശ്ചിത സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന അർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വിൽ ബി ആണ്. എന്ത് കാര്യമാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ആക്ഷന്റെ കൂടെ ing ചേർത്താൽ മതി. യു വിൽ ബി
will be watching this video at this time tomorrow. You will be watching this video at this time tomorrow. നാളെ ഈ സമയത്ത് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. നാളെ ഈ സമയത്ത് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന വിശ്വാസത്തോടു കൂടി താങ്ക് യു.